നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചത്. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാ പോരാ ശബരേട്ടാ. ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വരണോ? അതല്ലതേ, നീ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കണം. ഉണ്ണിക്കുട്ടന് പനിയാ. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ കൂടിയാ വന്നത്. എന്നിട്ട് മോനെ ഡോക്ടറെ കാണിച്ചോ ശബരി? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല രഘുവേട്ടാ. ഇന്നലെ ഞാൻ അവിടെ എത്താൻ താമസിച്ചു. മോനെ നോക്കേണ്ടത് കൊണ്ട് അനുദേച്ചിക്ക് അത്താഴം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിന് ചേച്ചി അളിയനുമായി ചെറുതായി ഒരു ചൊറിച്ചിലുണ്ടായി. അപ്പൊ മോന്റെ അസുഖമല്ല പ്രശ്നം, പഞ്ചായത്ത് മെമ്പർക്കും ഭർത്താവിനും അത്താഴ സമയത്ത് കിട്ടാത്തത് കൊണ്ടാ. അങ്ങനെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അമ്മളെ ഇതാ വരുന്നു. എന്താ മോളെ, എന്തുട്ടി? വേണ്ടതേ, നീ ആർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ട. നമ്മുടെ മകനെ നോക്കിയാൽ മാത്രം മതി. അങ്ങനെ ആവുമ്പോ ബാക്കി എല്ലാ ജോലിയും അനുദേച്ചിക്ക് ചെയ്യാലോ. നീ പൊയ്ക്കോ ദേ. നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കണം. ആ ജോലി വേറെ ആരെ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. മാത്രല്ല ഉണ്ണിക്കുട്ടന് വയ്യാത്തതല്ലേ. ഇവിടെ ഇപ്പൊ നീ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ദയേ. 2 ദിവസം കഴിഞ്ഞ അച്ഛനും മഞ്ചാടി ഇങ്ങോട്ട് വരും. നീ ഇപ്പൊ ശബരിയുടെ കൂടെ പോ. എനിക്കിപ്പോ സ്കൂട്ടറിന്റെ പുറകിരുന്ന് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. ഛർദിയും തലകറക്കമൊക്കെ വരും. എങ്കിൽ നമുക്കൊരു ടാക്സി വിളിച്ചിട്ട് പോകാൻ തയ്യ. എന്തായാലും നീ ഇപ്പൊ എന്റെ കൂടെ വന്നേ പറ്റൂ. മോന് വയ്യെന്നറിഞ്ഞിട്ടും നീ വന്നില്ലെങ്കിൽ അവിടെയുള്ളവരൊക്കെ എന്താ വിചാരിക്കുക? അവരെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല ശബരിയേട്ടാ. നമ്മൾ അവരുടെ ചെലവിലൊന്നും അല്ലല്ലോ. അവർക്ക് ചെലവിന് കൊടുക്കുന്നത് പോലെ നമ്മളാ. വാസന്തേച്ചി പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം തലക്കനം കുറച്ച് കൂടുതലാ. അത് വേണ്ടെന്ന് പറഞ്ഞേക്ക്. അവരാ കസേരയിലെത്തിയത് ഞാനും കൂടി മനസ്സ് വെച്ചതുകൊണ്ട്. ശബരീട്ടിന് പറയാൻ മടിയാണെങ്കിൽ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞോളാം. വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. നീ അവിടെ ചെല്ലുമ്പോ നേരിട്ട് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ഓൺലൈൻ ടാക്സി വിളിക്കാൻ പോവാ. മോളെ നീ പോയിട്ട് വാ. അതാ മോളെ നല്ലത്. എന്റെ അവസ്ഥ അറിയില്ലേ ചേച്ചി. അതിനൊരു പരിഹാരം ഉണ്ടാവാതെ എങ്ങനെയാ? എടീ, നീ വീട്ടിൽ പോയി ശബരിയുടെ അടുത്ത് കാര്യം പറ. അവൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി തരും. മോളെ ദേ. എന്താ എന്തുപറ്റിതേ? ദേ എന്താ ദേ? എന്താ? അയ്യോ മോളെ ദേ. അയ്യോ ചേച്ചി, ദേ ദേ. എടി നിക്ക്. എന്താ? അയ്യോ മതി. അധികം ഇങ്ങനെ നോക്കാൻ തൊണ്ടൊക്കെ പൊട്ടിപ്പോവും. മതി മതി മതി. ദേ. എടി ചിരു, നീ ശബരിയെ വിളിച്ചേ. ശബരി, എന്താ പറ്റിയേ? ശബരി. ദയക്ക് വയ്യ. എടി ദേ. ഓക്കെ ആയോ? ദേ മോളെ. ദേ, ദേ. അയ്യോ, ദേ. എന്താ? അയ്യോ. എന്തുപറ്റി? ദേ. എന്തുപറ്റി ദേ? അങ്ങോട്ട് കൊണ്ടുപോയി കിടത്താ. വാ വാ വാ. ദേ മോളെ.
ഇതാരാ പുതിയൊരു കാറ്